ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ബ്രെഡ് സാൻഡ്വിച്ച് ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത്, ആദ്യം തന്നെ ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ കയ്യിലുള്ളത് ബ്രൗൺ ബ്രെഡ് ആയിരുന്നു. അതിനുശേഷം ഒരു ഗീ എടുത്തിട്ടുണ്ട്, കൗക്കിയാണ് എടുത്തിട്ടുള്ളത്. അതിനുശേഷം നമ്മുടെ സ്ലൈസ് വെച്ചിരിക്കുന്ന ബ്രെഡ് കണ്ടോ, അതാണ്. പിന്നെ നമ്മൾ സാൻഡ്വിച്ച് സ്പ്രെഡാണ് അതിൻ്റെ കൂടെ ഉപയോഗിക്കുന്നത്. പിന്നെ ടൊമാറ്റോ ടച്ചപ്പ് കൂടി ഉപയോഗിക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. എങ്ങനെയാണ് നമ്മുടെ ബ്രെഡ് സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമ്മൾ സ്റ്റൗ ഒന്ന് കത്തിച്ചു. അതിനുശേഷം നമുക്കൊരു പാന് വയ്ക്കുക. പാൻ വെച്ചതിന് ശേഷം അത് നന്നായിട്ട് ചൂടാവണം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കൈ വെച്ച് നോക്കുന്നത്. ചൂടായോ നോക്കുകയാണ്. ചൂടായിട്ട് നമ്മൾ അതിലേക്ക് നമ്മുടെ ഈ ഗീ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. ആ ഗീ ഒന്ന് ചൂടാവുമ്പോൾ മാത്രമേ നമ്മുടെ ബ്രെഡ് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നല്ല രണ്ട് സൈഡും നല്ല ബ്രൗൺ കളറിൽ ആവണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഫ്രൈ ചെയ്തെടുത്തിട്ട് നമുക്ക് അതിനകത്തേക്ക് സാൻഡ്വിച്ചായിട്ട് ഉപയോഗിക്കാം. ചിലവർ അല്ലാതെയും ഫ്രൈ ചെയ്യാതെയും നമുക്ക് അതിനകത്തേക്ക് ബട്ടർ ഉപയോഗിച്ച് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. മിക്സാക്കി ടൊമാറ്റോ ടച്ചപ്പും അതുപോലെ തന്നെ സ്പ്രെഡും കൂടെ മിക്സ് ചെയ്തിട്ട്, പക്ഷെ ഞാനിവിടെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ട് ഉപയോഗിക്കുക എന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ. നമ്മൾ ഓരോന്നായിട്ട് നമ്മുടെ പാനിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഒരു സൈഡ് നന്നായിട്ട് ബ്രൗൺ കളർ ആകുമ്പോൾ നമ്മൾ തിരിച്ച് ഒന്ന് ഇട്ട് കൊടുക്കുക. രണ്ട് സൈഡ് നന്നായിട്ട് ബ്രൗൺ കളറിൽ ആവണം, എന്നാലേ അതിനൊരു ടേസ്റ്റും കാര്യങ്ങളും വരത്തുള്ളൂ. ഇപ്പം നമുക്ക് ഒരു സൈഡിൽ നന്നായിട്ട് ഇതായില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ നെയ്യ് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എനിക്കതായില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അതിനായി കുറച്ചും കൂടെ നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ രണ്ട് സൈഡ് നന്നായിട്ടൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നന്നായിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ബ്രെഡ് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മൾ വീണ്ടും ചൂടോടെ തന്നെയാണ് നമ്മളിത് സെർവ് ചെയ്യുന്നതും. നെക്സ്റ്റ് വീണ്ടും ഇതുപോലെ നമ്മുടെ ഗീ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് വീണ്ടും നമുക്ക് ബാക്കിയിരിക്കുന്ന നമ്മുടെ ബ്രെഡ് ഒന്നും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക രണ്ട് സൈഡും. അതുപോലെ രണ്ട് സൈഡിലും ബ്രൗൺ ആയിട്ട് വന്നതിന് ശേഷം മാത്രമേ നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ ദാണ്ടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ബ്രെഡിലേക്ക് നമ്മൾ ആ സാൻഡ്വിച്ച് സ്പ്രെഡ് നമ്മൾ അതിനകത്തേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. അതിൻ്റെ കൂടൊപ്പം തന്നെ നമ്മുടെ സോസും കൂടെ അതിനകത്തൊന്ന് കൊടുക്കുക. അത് ഒരുപാടൊന്നും വേണ്ട, കുറച്ച് കൊടുത്താൽ മതി. എന്നിട്ട് വേറൊരു സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ബ്രെഡ് കൂടി അതിനകത്തേക്കൊന്ന് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിവിടെ ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ട്. നമ്മുടെ ഗസ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇവിടെ അടുത്തൊരു ഫ്ലാറ്റിലെ കുട്ടിയാണ്. അപ്പോൾ ആ സമയത്ത് അവൻ വന്നപ്പോൾ അവനും കൂടി നമ്മൾ വിളിച്ചിട്ട് കൊടുക്കുകയാണ്. ഇതാണ് ശ്രേയസ് എന്നാണ് അവൻ്റെ പേര്. അപ്പോൾ ശ്രേയസിന് നമ്മൾ കൊടുത്തു. ശ്രേയസ് നോക്കിക്കൊണ്ടിരിക്കുവാണ് എന്തുവോ പറയുന്നതെന്നൊക്കെ ചോദിച്ചു. താങ്ക് യു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.